തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രി കോടികൾ മുടക്കം വരുത്തിയതോടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നൽകാതെയായി. കാത്ത് ലാബുകൾക്ക് മരുന്നും ഉപകരണങ്ങളും വാങ്ങിയ വകയിൽ കമ്പനികൾക്ക് നൽകാനുള്ളതാകട്ടെ 49 കോടിയോളം രൂപയാണ്. ടിൻഡു ദാസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ പറ്റി സമാനമായ രീതിയിലുള്ള പരാതി നിലനിന്നിരുന്നു. പരാതിയല്ല, രോഗികൾ ബുദ്ധിമുട്ടിലാവുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അനങ്ങാപ്പാറ നയം ഈ ആരോഗ്യവകുപ്പ് എപ്രകാരമാണ് അവിടെ സ്വീകരിച്ചതെന്ന് നമ്മൾ കണ്ടു. 9 ദിവസം കഴിഞ്ഞു അവിടെ ഈ വിതരണക്കാരുമായി ചർച്ചയെങ്കിലും നടത്താൻ തയ്യാറാകാൻ. ഇനി പുകൾപ്പെട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഇത് തന്നെയാണോ അവസ്ഥ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും സമാനമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമേ നിലവിൽ നടത്താൻ നിവർത്തിയുള്ളൂ. അതോടൊപ്പം തന്നെ ന്യൂറോളജി വിഭാഗത്തിലും സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. ഏതാണ്ട് 49 കോടിയോളം രൂപയാണ് ഈ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിട്ട് സാധനങ്ങൾ വിതരണം ചെയ്ത് അല്ലെങ്കിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്ത കമ്പനികൾക്ക് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി നൽകേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഈ ഡിസംബർ മുതലുള്ള കുടിശ്ശിക നൽകി തീർത്തില്ല എങ്കിൽ ഇനി ആശുപത്രിയിലേക്ക് ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യില്ല എന്നറിയിച്ചുകൊണ്ട് ഈ കമ്പനികൾ ആശുപത്രി സൂപ്രണ്ടിന് കത്തെഴുതിയിരുന്നത് സൂപ്രണ്ട് തന്നെ സമ്മതിച്ച കാര്യമാണ്. പക്ഷേ ഈ ധനവകുപ്പിൽ നിന്നും പണം ഇങ്ങോട്ടേക്ക് കൈമാറിയില്ല, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിലേക്ക് കൈമാറുകയും അവിടെ നിന്ന് ആശുപത്രികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യണം. ഇത്തരത്തിലുള്ള അവസ്ഥ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ആശുപത്രികളിലെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി സാധനങ്ങൾ വാങ്ങുന്നത് എന്നൊരു ആശങ്കയുണ്ട്. ഏറ്റവും കൂടുതൽ പേസ് മേക്കറും അതുപോലെ സ്റ്റെൻറ്റും വാങ്ങിയ ഇനത്തിലാണ് ഈ കൂടുതൽ പണം നൽകാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ കാത്ത് ലാബുകളിൽ നിലവിൽ 16 ശസ്ത്രക്രിയകളാണ് നടത്തുന്നത്. ഒരുപക്ഷെ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭിച്ചില്ല എങ്കിൽ അടിയന്തരമായി വരുന്ന 1-2 ശസ്ത്രക്രിയകൾ മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നും ആശുപത്രി അധികൃതരും ഈ ആരോഗ്യ വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ആതുര സേവന രംഗത്ത് അതുപോലെ ചികിത്സാ രംഗത്ത് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു നയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സർക്കാർ ആശുപത്രികളിലെല്ലാം മരുന്നില്ലാത്ത അവസ്ഥ തുടരുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രി മാത്രം ഏതാണ്ട് 101 കോടിയോളം രൂപയാണ് ഈ മരുന്ന് വിതരണ കമ്പനികൾക്ക് നൽകാനുള്ളത്. അല്ലെങ്കിൽ ആ കുടിശ്ശികയും നൽകി തീർത്തില്ല എങ്കിലും ഈ മരുന്ന് വിതരണം വരെ നിർത്താനുള്ള ഒരു അവസ്ഥയിലിരിക്കുന്ന സാഹചര്യമാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശസ്ത്രക്രിയ വിഭാഗങ്ങളും ന്യൂറോളജി വിഭാഗത്തിലും സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലും ഇതേ സമാനമായ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ള കുടിശ്ശിക വരുത്തരുത്. അത്തരത്തിലുള്ള കുടിശ്ശിക വരുത്തിയാൽ നേരത്തെ വാണിംഗ് നൽകുന്ന ഒരു സംവിധാനമുണ്ട്. ഈ വാണിംഗ് ഒക്കെ കടന്നുകൊണ്ടാണ് ഈ തുകകൾ നൽകി തീർക്കാത്തത്. ഏതാണ്ട് 49 കോടിയോളം രൂപയാണ് ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങൾക്കായിട്ട് മാത്രം കൊടുക്കേണ്ടത്. ഒരുപക്ഷെ ഈ സമീപകാലത്ത് ഈ തുക തിരികെ നൽകിയില്ലെങ്കിൽ ഈ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിതരണങ്ങൾ റദ്ദാക്കാനുള്ള നടപടിയിലേക്കും അതുപോലെ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾ കടക്കുമെന്ന് കർശനമായ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. എന്തായാലും അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയകൾക്ക് മാത്രമാണ് ഇപ്പോൾ സൗകര്യങ്ങളുള്ളത്. മറ്റ് ശസ്ത്രക്രിയകൾ നടത്താനാണെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കനിയണമെന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. അനു.